ഇൻകം ടാക്സിന്റെ റെയ്ഡ് വരുന്നു. അവര് രണ്ട് ആനക്കൊമ്പ് കാണുന്നു. ഇമ്മീഡിയറ്റ്ലി വനംവകുപ്പിനെ അറിയിക്കുന്നു. അവർ വരുന്നു. അവർ വന്ന് ഈ സാധനം കണ്ടെത്തുന്നു. അപ്പോൾ ഡോക്യുമെന്റ്സ് ആണ് ആദ്യം ചോദിക്കുന്നത്. കാരണം ഇത്തരം സാധനങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആനക്കൊമ്പാണെങ്കിൽ ഡോക്യുമെന്റ്സ് വേണം. അത് ഹണ്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ ഒരു കാട്ടിൽ പോയിട്ട് വെടിവെച്ചിട്ട് എടുക്കുന്ന കൊമ്പാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ സുഹൃത്ത് കൊടുക്കുന്നതാണ്. ആ സുഹൃത്തിന് വളരെ കാലം മുമ്പേ മരിച്ചിട്ടുള്ള ആ സുഹൃത്തിന്റെ ആനയുടെ കൊമ്പാണ് അദ്ദേഹം ഗിഫ്റ്റായിട്ട് മോഹൻലാലിന് കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ആ സമയത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ സുഹൃത്തിൻ്റെയിലായിരുന്നു, മോഹൻലാലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ഡോക്യുമെന്റ്സ് എല്ലാം മോഹൻലാൽ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും എവിടെയാണോ എത്തിക്കേണ്ടതെല്ലാം അവിടെ. നമ്മൾ ഈ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും കലിങ്ങിൽ ഇരുന്നിട്ട് നമ്മുടെ കൂട്ടുകാരെ കൂടി സംസാരിക്കുമല്ലോ. മോഹൻലാലിന്റെ കേസിൽ വേടന്റെ കേസ് പോലെയല്ല, അത് ആനയല്ലേ, അത് പുലിയല്ലല്ലോ, അത് ആനയുടെ പല്ല് പശുവിന്റെ പല്ല് പോലത്തെ ഒരു പല്ലല്ലേ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് വൺ കോൺഫിഡൻസോട് ഒരു പോഡ്കാസ്റ്റിൽ വിളിച്ചു പറയുകയാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എൻ്റെ ഇരിക്കുന്ന ഒരു കാറോ ബൈക്കോ ഒരു കൂട്ടുകാരന് കൊടുത്തിട്ട് അതിന്റെ ബുക്കും പേപ്പർ എൻ്റെ ഇരിക്കുന്നു, പോലീസ് വിളിച്ചപ്പോൾ ഞാൻ ബുക്കും പേപ്പർ കൊണ്ടുപോയി കൊടുത്തു, അങ്ങനെയല്ല. അതായത് ഞാനിപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു ആനയെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും, എൻ്റെ ഇരിക്കുന്ന ഒരു ആനക്കൊമ്പ് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യണം. അത് മേടിക്കാനിരിക്കുന്ന ആൾ അതിന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. അങ്ങനെ 2 സർട്ടിഫിക്കറ്റും കിട്ടിയതിന് ശേഷം മാത്രമേ പുള്ളിക്ക് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞാനൊരു ആനക്കൊമ്പ് എൻ്റെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് എന്നെ ശിക്ഷിക്കാനുള്ള കാരണമാണ്. എൻ്റെ കയ്യിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. മോഹൻലാലിന്റെ കേസിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, പുള്ളിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തുന്ന സമയത്ത് പുള്ളിക്ക് ആ സർട്ടിഫിക്കറ്റ് ഇല്ല. ന്യൂസ് പേപ്പറിലെല്ലാം വന്നിട്ടുണ്ട്, പുള്ളി 65,000 രൂപ കൊടുത്തിട്ടാണ് ഒരാളുടെ അടുത്ത് നിന്ന് ആനക്കൊമ്പ് വാങ്ങിയത് എന്നാണ് പുള്ളിയെ ഡിക്ലെയർ ചെയ്യുന്നത്. കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി അതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. പൈസ കൊടുത്തൊരു ആനക്കൊമ്പ് മേടിച്ചു, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കയ്യിൽ വെച്ചു എന്നുള്ളത് ഭീകരമായ ഒരു കുറ്റമാണ് വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം. അതിനുശേഷം പുള്ളി അത് ഗവൺമെന്റിന്റെ അടുത്ത് അപ്ലൈ ചെയ്യുകയും ഈ സർട്ടിഫിക്കറ്റ് പുള്ളിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി നമ്മളത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട്, ഓക്കെ, ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് എന്നുള്ള രീതിയിൽ ഈ സർട്ടിഫിക്കറ്റ് കോടതിയിൽ സമർപ്പിച്ചു. അതിനുശേഷം വേറെ ചില ആളുകൾ, ഈ പറഞ്ഞ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ മോഹൻലാലിനോട് അസൂയുള്ള ആളുകളോ ഈ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല, ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാതെയാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ കേസ് കുത്തിപ്പൊക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കേരള ഗവൺമെന്റ് ഈ കേസ്, മോഹൻലാലിന്റെ പേരിൽ എടുത്തിരിക്കുന്ന കേസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കുകയും കോടതി അത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കുകയും ചെയ്തിട്ട് നിലവിൽ മോഹൻലാലിനെതിരെയുള്ള എല്ലാ പ്രൊസീഡിങ്സുകളും താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ള വിധിയിലാണ് ഇന്നും 2025 നിലനിൽക്കുന്നതെന്നാണ് ഞാൻ ഡബിൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വിവരം. ഇത്രയും വിശാലമായിട്ടുള്ള, ഇത്രയും കോംപ്ലക്സ് ആയിട്ടൊരു വിഷയം അണ്ണൻ വന്നിരുന്ന ഒരു പോഡ്കാസ്റ്റിൽ പറയാണ്. അത് മോഹൻലാലിന്റെ അപ്പോൾ ഡോക്യുമെന്റ് ഉണ്ടായില്ല, പക്ഷെ മോഹൻലാൽ എവിടെയാണോ കൊടുക്കുന്നത് അതെല്ലാം കൊണ്ടുപോയി കൊടുത്തു. ആ പ്രശ്നം അങ്ങോട്ട് തീർന്നു. ബുക്കും പേപ്പറും കാണിച്ചപ്പോൾ വണ്ടി വിട്ടു കൊടുത്തു എന്ന് പറഞ്ഞ പോലെ അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്.